ആപ്പിൾ ഒരു ഫോൾഡബിൾ ഐഫോൺ പുറത്തിറക്കാൻ പോകുന്നു എന്ന വാർത്തകൾ ഏറെ ആവേശത്തോടെയാണ് സാങ്കേതിക ലോകം നോക്കിക്കാണുന്നത്. ഔദ്യോഗികമായി ആപ്പിൾ ഇത് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ലീക്കായ റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചില പ്രധാന സവിശേഷതകൾ താഴെ പറയുന്നവയാണ്. 1. ക്രീസില്ലാത്ത ഡിസ്പ്ലേ. ഫോൾഡബിൾ ഫോണുകളുടെ പ്രധാന വെല്ലുവിളി സ്ക്രീൻ മടക്കുമ്പോഴുണ്ടാകുന്ന പാടുകളാണ്. എന്നാൽ ആപ്പിൾ ഒരു പ്രത്യേക തരം സെൽഫ് ഹീലിംഗ് മെറ്റീരിയൽ ഉപയോഗിച്ച് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സ്ക്രീനിൽ ചെറിയ പോറലുകളോ പാടുകളോ വീണാൽ അത് തനിയെ മാറുന്ന സാങ്കേതികവിദ്യ ഇതിലുണ്ടാകുമെന്ന് കരുതപ്പെടുന്നു. 2. സാംസങ്ങിനേക്കാൾ മെച്ചപ്പെട്ട ഹിഞ്ച്. ഫോൺ മടക്കുന്ന ഭാഗത്തെ ഹിഞ്ച് വളരെ കരുത്തുറ്റതും എന്നാൽ മിനുസമാർന്നതുമായിരിക്കാൻ ആപ്പിൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു പുസ്തകം തുറക്കുന്നതുപോലെ സ്വാഭാവികമായി ഇത് പ്രവർത്തിക്കും. പൊടിയും വെള്ളവും കയറാത്ത രീതിയിലുള്ള ഡിസൈൻ ആയിരിക്കും ഇതിന്റേത്. 3. ഐപാഡ് മാജിക്. ഐഫോൺ ഫോൾഡ് തുറക്കുമ്പോൾ അതൊരു ചെറിയ ഐപാഡ് പോലെയായിരിക്കും. മൾട്ടി ടാസ്കിംഗ് എളുപ്പമാക്കുന്നതിനു വേണ്ടി ഐപാഡ് OSന്റെ ചില ഫീച്ചറുകൾ ഐഫോൺ OSുമായി ചേർത്ത് അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഒരേ സമയം ഒന്നിലധികം ആപ്പുകൾ തടസ്സമില്ലാതെ ഉപയോഗിക്കാം. ഡിസ്പ്ലേയിലെ പുതുമകൾ. LTPO ഡിസ്പ്ലേ. 1 ഹെർട്സ് മുതൽ 120 ഹെർട്സ് വരെ മാറാൻ കഴിയുന്ന പ്രൊമോഷൻ ടെക്നോളജി. സെക്കൻഡറി സ്ക്രീൻ. ഫോൺ മടക്കി വയ്ക്കുമ്പോൾ നോട്ടിഫിക്കേഷനുകൾ കാണാൻ പുറത്തൊരു ചെറിയ സ്ക്രീൻ കൂടി പ്രതീക്ഷിക്കാം. 5. ആപ്പിൾ പെൻസിൽ സപ്പോർട്ട്. ഫോൾഡബിൾ ഐഫോണുകൾ ക്രിയേറ്റീവ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് ഇതിൽ ആപ്പിൾ പെൻസിൽ ഉപയോഗിക്കാനുള്ള സൗകര്യം ഉണ്ടായേക്കാം. എപ്പോഴായിരിക്കും ഇതിന്റെ വരവ്? വിശ്വസനീയമായ റിപ്പോർട്ടുകൾ പ്രകാരം 2026-ന് അതിനുശേഷമോ മാത്രമേ ഒരു ഫോൾഡബിൾ ഐഫോൺ വിപണിയിലെത്താൻ സാധ്യതയുള്ളൂ. സാധാരണയായി ഒരു സാങ്കേതികവിദ്യ പൂർണ്ണമായി മികച്ചതാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ആപ്പിൾ അത് വിപണിയിലെത്തിക്കാറുള്ളൂ. ചുരുക്കത്തിൽ, വെറുമൊരു ഫോൾഡബിൾ ഫോൺ എന്നതിലുപരി ഐഫോണിന്റെ കരുത്തും ഐപാഡിന്റെ ഉപയോഗക്ഷമതയും ചേർന്ന ഒന്നായിരിക്കും ഐഫോൺ ഫോൾഡ്. 4. ഡിസ്പ്ലേയിലെ പുതുമകൾ. LTPO ഡിസ്പ്ലേ. 1 ഹെർട്സ് മുതൽ 120 ഹെർട്സ് വരെ മാറാൻ കഴിയുന്ന പ്രൊമോഷൻ ടെക്നോളജി. സെക്കൻഡറി സ്ക്രീൻ. ഫോൺ മടക്കി വയ്ക്കുമ്പോൾ നോട്ടിഫിക്കേഷനുകൾ കാണാൻ പുറത്തൊരു ചെറിയ സ്ക്രീൻ കൂടി പ്രതീക്ഷിക്കാം. 5. ആപ്പിൾ പെൻസിൽ സപ്പോർട്ട്. ഫോൾഡബിൾ ഐഫോണുകൾ ക്രിയേറ്റീവ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് ഇതിൽ ആപ്പിൾ പെൻസിൽ ഉപയോഗിക്കാനുള്ള സൗകര്യം ഉണ്ടായേക്കാം. എപ്പോഴായിരിക്കും ഇതിന്റെ വരവ്? വിശ്വസനീയമായ റിപ്പോർട്ടുകൾ പ്രകാരം 2026-ന് അതിനുശേഷമോ മാത്രമേ ഒരു ഫോൾഡബിൾ ഐഫോൺ വിപണിയിലെത്താൻ സാധ്യതയുള്ളൂ. സാധാരണയായി ഒരു സാങ്കേതികവിദ്യ പൂർണ്ണമായി മികച്ചതാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ആപ്പിൾ അത് വിപണിയിലെത്തിക്കാറുള്ളൂ. ചുരുക്കത്തിൽ, വെറുമൊരു ഫോൾഡബിൾ ഫോൺ എന്നതിലുപരി ഐഫോണിന്റെ കരുത്തും ഐപാഡിന്റെ ഉപയോഗക്ഷമതയും ചേർന്ന ഒന്നായിരിക്കും ഐഫോൺ ഫോൾഡ്.